രണ്ടാം ദിവസം ബ്രഹ്മചര്യനെയാണ് ആദരിക്കുന്നത്. ബ്രഹ്മചര്യം പാലിക്കുന്നവൾ എന്നാണ് ബ്രഹ്മചാരിണി വാക്കിൻ്റെ അർത്ഥം വരുന്നത് തന്നെ. ബ്രഹ്മം എന്നാൽ തപം, അതായത് തപസ് അനുഷ്ഠിക്കുന്നവളാണ് ബ്രഹ്മചരിണി. ഹിമവാന്റെ പുത്രിയായി ജനിച്ച ദേവി ശിവന്റെ പത്നിയായി തീരുവാൻ നാരദമുനി നിർദ്ദേശിച്ച പ്രകാരം തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി. കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചരിണി എന്ന നാമവും ലഭിച്ചു. കഠിന തപസ് ചെയ്ത് ഋതുഭേദങ്ങളൊക്കെ മാറിമറിഞ്ഞു. ദേവിയുടെ തപസ്സിൽ ഒരു കോട്ടവും വന്നില്ല. പല പല പ്രശ്നങ്ങൾ വന്നു. ഭഗവതി എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് തപസ് ചെയ്തു. ദേവിയുടെ തപശക്തി കൊണ്ട് 3 ലോകങ്ങൾ പോലും വിറച്ചു പോയി എന്നാണ് പറയുന്നത്. അവസാനം ദേവിക്ക് മഹാദേവനെ പ്രാപ്തവുമായി. ശുഭ്രവസ്ത്രധാരിണിയായ ബ്രഹ്മചരിണി വലത് കൈയിൽ ജപമാലയും ഇടത് കൈയിൽ കമണ്ഡലവും കൈകളിലേന്തുന്നു. തന്നെ ആരാധിക്കുന്ന എല്ലാ ഭക്തർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും കൃപയും മോക്ഷാർത്ഥികൾക്ക് മോക്ഷവും നൽകി ബ്രഹ്മചരിണി ദേവി അനുഗ്രഹം ചൊരിയുന്നു. ബ്രഹ്മചാരിണി ദേവി നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ഇഷ്ടത്തെ നമ്മൾ മനസ്സിലാക്കുക, അതിനുവേണ്ടി നമ്മൾ കഠിനമായ തപസ്സിൽ ഏർപ്പെടുക. അതായത് ആ ആഗ്രഹത്തിന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രയത്നിക്കുക. ഒരിക്കലും പുറകോട്ട് നീങ്ങാൻ പാടില്ല, മുന്നോട്ട് തന്നെ സഞ്ചരിക്കുക. ആ ലക്ഷ്യത്തിലേക്ക് എത്തണ വരെ കഠിനമായി പ്രയത്നിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം. അപ്പോൾ നമുക്ക് ആ മനസ്സിലുള്ള ആഗ്രഹത്തെ പ്രാപ്തമാക്കാനും പറ്റും. ഇതാണ് ബ്രഹ്മചരിണി ദേവി നമ്മളെ പഠിപ്പിക്കുന്നത്. കുജദോഷം, മാംഗല്യ തടസ്സം നീങ്ങുവാൻ ബ്രഹ്മചാരിണി ദേവിയെ ഉപാസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അത്യുത്തമമാണ്. ദേവി പ്രീതിക്കും ഉപാസനയ്ക്കുമുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് വ്രതങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഈ നവരാത്രി വ്രതം. ദദാന കരപത്മാഭ്യാം അക്ഷമാല കമണ്ഡലു ദേവി പ്രസീദാതുമയി ബ്രഹ്മചാരിണ്യക്തുമാഹ. ദേവിയുടെ പ്രീതിക്കായി ഈ മന്ത്രമാണ് നവരാത്രിയുടെ 2ാം ദിനത്തിൽ ജപിക്കേണ്ടത്. ബ്രഹ്മചാരിണി ദേവിയെ ആരാധിക്കുന്നത് മൂലം ഭക്തരുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറി ആത്മവിശ്വാസം കൈവരുകയും ചെയ്യും. സന്തോഷവും നിലനിൽക്കും. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും മനസ്സിൽ ആഗ്രഹിക്കുന്നത് നടക്കാനും മോക്ഷത്തിനായി അനുഗ്രഹത്തിനായി നമുക്ക് ബ്രഹ്മചാരിണി ദേവിയെ പ്രാർത്ഥിക്കാം. ജയ ബ്രഹ്മചാരിണി മാ മയ്യ, ജയ ബ്രഹ്മചാരിണി മാ अपने भक्त जनों पे करती सदा ही दया. ओम जय ब्रह्मचरिणी मां. दर्शननुपम मधुरम सदा नारद रहती माँ, सदा नारद रहती. शिव जी की आराधना, शिव जी की आराधना मैया सदा करती. ओम जय ब्रह्मचरिणी मां. बाएं हाथ कमंडल, दाहिने में माला, दाहिने में माला. रूप ज्योतिर्मय अद्भुत, रूप ज्योतिर्मय अद्भुत, सुख देने वाला. ओम जय ब्रह्मचारिणी मां. देव ऋषि मुनि साधु गुण माँ के गाते हैं, गुण माँ के गाते. शक्ति स्वरूपा मैया, शक्ति स्वरूपा मैया, सब तुमको ध्याते. ओम जय ब्रह्मचरिणी मां. जय ब्रह्मचारिणी मां मैया, जय ब्रह्मचारिणी मां. अपने भक्त जनों पे, अपने भक्त जनों पे करती सदा ही दया. ഓം ജയ ബ്രഹ്മചാരിണി മാ. ഏവർക്കും ആദിപരാശക്തിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.